സത്യം പറഞ്ഞാൽ ഞാനും പൊന്നമ്മ ബാബു ഒക്കെ ഒരു കുറച്ച് നാളിന് മുമ്പ് കുട്ടിയുടെ സങ്കടം കണ്ടിട്ട് രാത്രി മുഴുവനും ഞങ്ങൾ അവൾക്ക് ഫോണിലൂടെ അവളുടെ വീട്ടുകാരെയും വിളിച്ച് അവളെയും മാറി ഈ കുട്ടി എന്തെങ്കിലും അതിവേഗം കാണിക്കുമെന്ന് വരെ ഞങ്ങൾക്ക് പറഞ്ഞായിരുന്നു. AMMA അമ്മയുടെ മക്കളെല്ലാം കൂട്ടത്തല്ലാണിപ്പോൾ. മെയിൻ സ്ട്രീം ചാനലുകൾ വഴി നിങ്ങൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കാണും ഓൾറെഡി. എന്നാൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ അറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുണ്ട്. അതിലാദ്യത്തേത്, ടിനി ടോം അത്യാവശ്യം നല്ല ഹോൾഡുള്ളൊരു വ്യക്തി. ഒന്ന് പുറകോട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴി മെയിൻ സ്ട്രീം ചാനൽ വഴിയും അറിഞ്ഞിട്ടുണ്ട്. എന്തിന്? ഇദ്ദേഹത്തിൻ്റെ മകനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. എവിടെ ഇതൊക്കെ? ഇദ്ദേഹത്തിൻ്റെ മകനെതിരെ വന്ന കേസ് എവിടെ? അതൊക്കെ ഒന്നുമില്ല, എല്ലാം മുങ്ങിപ്പോയി. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഹൻസിബ ഹസനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ കോൺട്രവേഴ്സികളുണ്ടല്ലോ, കൂടിപ്പോയ 1-2 ദിവസം, അത് കഴിയുമ്പോഴത്തേക്ക് ഇതും മുങ്ങിപ്പോവും, ഇല്ലെങ്കിൽ ഇതും മുക്കിക്കളയും. കാരണം അത്രയ്ക്ക് ഹോൾഡ് ഉണ്ടേ നമ്മുടെ ടിനി ടോമേട്ടന്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇവൻ ഇച്ചിരി അഹങ്കാരിയാണെന്ന്? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇയാളുടെ ബിഹേവിയർ പേഴ്സണൽ ലൈഫിൽ അയാൾ എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷേ മെയിൻ സ്ട്രീം ചാനലുകൾ വഴിയും ഈ ഓൺലൈൻ മീഡിയകൾ വഴിയും കാണുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു ഫേസ് നല്ല അഹങ്കാരമുള്ളൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു വീഡിയോ ഇപ്പോൾ അതും അത്യാവശ്യം കിടന്നിങ്ങനെ വൈറലാവുന്നുണ്ട്. അതിൽ ഈ പുള്ളി നമ്മുടെ അഞ്ജലി നായർ, ഈ കഴിഞ്ഞ ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച് തോറ്റുപോയ അഞ്ജലി നായരുടെ അടുക്കെ കാണിക്കുന്ന ഒരു പ്രവൃത്തി, ഒരു കളിയാക്കൽ. അതൊക്കെ കാണുമ്പോഴത്തേക്ക് വേറെ ആരും അവിടെ ഇങ്ങനൊന്നും കാണിക്കുന്നില്ല. പിന്നെ വലിയ കോമഡി താരമാണെന്നൊക്കെ വെച്ച് കാണിക്കുന്നതാണെങ്കിൽ അതൊക്കെ കുറച്ച് ഓവറാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഉഷ എന്ന് പറയുന്ന നടിയെ. നമ്മുടെ മമ്മൂക്കയുടെ കൂടെ പണ്ടൊരു സിനിമയിൽ, ഞാൻ ആ പടത്തിൻ്റെ പേര് കോട്ടയം കുഞ്ഞച്ചനാന്ന് തോന്നുന്നു, ആ സിനിമയിൽ മമ്മൂക്കയുടെ അനിയത്തിയായിട്ട് അഭിനയിച്ച ഒരു സ്ത്രീ. ആ സിനിമയിലൂടെയാണ് അവർ ഒരുപാട് ഫേമസ് ആവുന്നത്, നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ശ്രദ്ധിക്കുന്നത്. അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അൻസിബ മാത്രമൊന്നുമല്ല ഇവിടെ ടിനി ടോമിനെതിരെ സംസാരിക്കുന്നതും അല്ലെങ്കിൽ ആ സംഘടനയ്ക്കെതിരെ സംസാരിച്ചിരിക്കുന്നതും. ആ സംഘടനയിൽ നടക്കുന്ന തെമ്മാടിത്തരം അത് ഒരുപാടാടി. അൻസിബ ഒരുപാട് ദിവസങ്ങളിൽ കുത്തിയിരുന്ന് കരയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ മാനസിക നില തന്നെ തെറ്റിപ്പോകേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതാ ഇപ്പം ഈ ഉഷ എന്ന് പറയുന്ന സ്ത്രീ, നിങ്ങൾക്ക് അവരെ അറിയാം, നല്ല വൃത്തിക്ക് അറിയാമായിരിക്കും. ഏതാണ്ട് ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആലപ്പുഴ ബീച്ചിലിരുന്ന് അവരൊരു പാട്ടൊക്കെ പാടുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായതാണ്. അതുപോലെ തന്നെ അമ്മയിലെ ഒരു അംഗമാണ് ആലപ്പുഴ ബീച്ചിൽ വന്നിരുന്ന് പാട്ടൊക്കെ പാടിയതേ. അതൊക്കെ നമ്മളൊന്ന് ആലോചിക്കണം. നല്ല താര സംഘടനയാണ് എന്തായാലും അമ്മ. കൂട്ടത്തല്ലിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അൻസിബയ്ക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതൊക്കെ കേൾപ്പിക്കാം. അതിനു മുമ്പ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഉഷ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കണം. നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാം. ഈ അൻസിബയ്ക്ക് പിന്നിൽ അൻസിബയെ പലരും പറഞ്ഞ് പ്രലോഭിപ്പിച്ചതാണ് എന്നുള്ള ആരോപണങ്ങളൊക്കെ കേട്ടു. അത് മാത്രമല്ല, അൻസിബയ്ക്ക് പിന്നിൽ ആരൊക്കെ ഉണ്ട്, ഈ പരാതി ആസൂത്രിതമാണ് എന്നൊക്കെ പറയുന്നു. അതിലൂടെ എന്താണ് താങ്കളുടെ അഭിപ്രായം? അല്ല, അൻസിബ നേരത്തെ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ. അൻസിബ ചെന്ന സമയം തൊട്ട് അൻസിബെ അവിടെ ഒറ്റപ്പെടുത്തുകയായിരുന്നു. ഐക്യകണ്ഠേന തിരഞ്ഞെടുത്ത ആളാണ് അൻസിബ എന്ന് ഓർക്കണം. അൻസിബ അവിടെ ചെന്ന സമയം മുതൽ അൻസിബ ഒറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. എത്രയോ ദിവസങ്ങളിൽ കമ്മിറ്റിയിൽ അൻസിബ പോയിട്ട് അൻസിബ അവിടെ നിന്ന് കരഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരെല്ലാം ആർത്തുല്ലസിച്ച് ഭക്ഷണം കഴിച്ചപ്പോഴും അൻസിബ കരഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതെ തിരിച്ചു പോയ ഈസി ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം അൻസിബ രാജിവെക്കാൻ തയ്യാറായതാണെന്നറിയാമോ? അതൊക്കെ അൻസിബയുടെ നിലപാടുകൊണ്ട്. ചില കാര്യങ്ങളിൽ അൻസിബയുടെ നിലപാട് അങ്ങനെയാണ്. ബാക്കി കേൾപ്പിക്കാമേ. ഈ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും വളർച്ച ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ വളർച്ച മറ്റുള്ളവർ അടിച്ചമർത്തി ഇല്ലാതെയാക്കും. ഇവിടെ അതാണ് സത്യം പറഞ്ഞാൽ സംഭവിച്ചിരിക്കുന്നത്. ഇനി ആ പെൺകുട്ടിക്ക് സിനിമയിലൊക്കെ ചാൻസുകൾ കിട്ടുമോ എന്ന് തന്നെ നമുക്ക് കണ്ടറിയാം. അല്ലെങ്കിൽ തന്നെ ചാൻസസ് കുറവാണ് ആ പെൺകുട്ടിക്ക്. ദൃശ്യമാണ് മെയിൻ ആ കുട്ടിയുടെ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം സീരീസിലാണ്. അതല്ലാതെ വേറെ സിനിമകൾ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം ഇതും കൂടെ ആയപ്പം പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ഈ എക്സിക്യൂട്ടീവ് അംഗമല്ല, ഈ ഒരു കമ്മിറ്റിയിലുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതും കൂടെ ഈ അമ്മ സംഘടനയിലുള്ള ആളുകളൊന്ന് കേൾക്കണം, അല്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് കേൾക്കാൻ ചെവി കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഇത് തന്നെ കേൾപ്പിക്കുന്നത്. അൻസിബയ്ക്ക് പറയാനുള്ളതും കേൾപ്പിക്കാം, ടിനി ടോമിന് പറയാനുള്ളത് ഞാൻ കേൾപ്പിക്കുന്നില്ല. കാരണം മെയിൻ സ്ട്രീം ചാനലുകൾ വഴി നിങ്ങൾ കണ്ടതാണ്. എനിക്കെന്തോ പുള്ളിയുടെ വാക്കുകളിൽ വിശ്വാസം പോരാ, അതുകൊണ്ടാണ്. പിന്നെ അയാളെ സപ്പോർട്ട് ചെയ്ത് വരുന്ന പ്രിയങ്ക, എൻ്റെ പ്രിയങ്ക ചേച്ചി
പുരുഷന്മാർക്ക് വേണ്ടി നിങ്ങൾ ഘോര പ്രസംഗിക്കുന്നതൊക്കെ കേട്ടിട്ട് നിങ്ങളോടൊരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ തരം പുരുഷന്മാരെയും, തെമ്മാടിത്തരം കാണിക്കുന്നവന്മാരെയും, അല്ലെങ്കിൽ ഇത്തിരി പണമുണ്ട്, ഹോൾഡുണ്ട് എന്ന് പറഞ്ഞ് എന്തും കാണിക്കാൻ നടക്കുന്നവന്മാരെ സപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കുക. എന്തൊക്കെയായിരുന്നു ഇതിനു മുമ്പ് അയാൾക്കെതിരെ ഉണ്ടായിരുന്ന പരാമർശം ഈ നാട്ടിൽ? അദ്ദേഹത്തിന്റെ മകന്റെ പേരിൽ വന്ന കേസ് എവിടെ അതൊക്കെ എന്നൊന്ന് ചിന്തിക്കാമായിരുന്നു. എന്തായാലും ഇവിടെ ഉഷ പറയുന്ന ബാക്കി കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേൾക്കാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നതേ ഉള്ളൂ, എന്നിട്ട് ബാക്കി നിലപാട് അവൾ തുറന്നു പറയും കാര്യങ്ങൾ. അപ്പൊ അതവിടെ പലർക്കും അലോസരം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവളെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്ത് ചാടിക്കണം എന്നൊരു ലക്ഷ്യം അവർക്കുണ്ട്. അവർ ചെന്ന കാലം തൊട്ട് അമ്മ ഈ പുതിയ ഭരണസമിതി വന്നപ്പോൾ തൊട്ട് അങ്ങനെ തന്നെയായിരുന്നു. ഒരൊറ്റ കാര്യം കൂടി ശ്രീമതി ഉഷ ഹസീന, ഇത് രാജിവെക്കരുതെന്ന്. പക്ഷെ അവളെ കുറിച്ച് വളരെ മോശമായ തരത്തിലുള്ള പ്രശ്നം അവൾക്ക് ഭയമായി തുടങ്ങി. സത്യം പറഞ്ഞാൽ ഞാനും പൊന്നമ്മ ബാബു ഒക്കെ ഒരു കുറച്ച് നാളിന് മുമ്പ് കുട്ടിയുടെ സങ്കടം കണ്ടിട്ട് രാത്രി മുഴുവനും ഞങ്ങൾ അവൾക്ക് ഫോണിലൂടെ അവളുടെ വീട്ടുകാരെയും വിളിച്ച് അവളെ ഈ മാറി ഈ കുട്ടി എന്തെങ്കിലും അതിജയം കാണിക്കുമെന്ന് വരെ ഞങ്ങൾക്ക് പറഞ്ഞായിരുന്നു. ഒരു സംഘടനയിലെ അംഗമായതാണ് ആ കുട്ടി ചെയ്ത തെറ്റ്, അല്ലെങ്കിൽ അവിടുത്തെ സെക്രട്ടറി പദത്തിലേക്കൊക്കെ കയറി ചെന്നതാണ് ആ പെൺകുട്ടി ചെയ്ത തെറ്റ്. കേട്ടില്ലേ നിങ്ങൾ? ആ പെൺകുട്ടി എന്തെങ്കിലും അവിവേകം കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമെന്ന് പോലും അവരുടെ കൂടെ ഉണ്ടായിരുന്നവർക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊന്നും ടിനി ടോമോ അല്ലെങ്കിൽ വേറെ ആരും, ഈ ടിനി ടോമിനെ താങ്ങാൻ നടക്കുന്ന ഒരാളും, പ്രിയങ്കയാണെങ്കിലും മറ്റേ ലക്ഷ്മിയോ, അവരൊക്കെ വന്നിരുന്ന് വലിയ വലിയ കഥകൾ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ പൂർണ്ണ രൂപം എന്താ ഇവിടെ അൻസിബ തന്നെ പറയുന്നുണ്ട്, കേൾപ്പിച്ചു തരാം ഞാൻ. ഒരാളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ടിനി ടോമിനെതിരെ സംസാരിച്ചതിന്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ആ സംഘടനയിലകത്ത് നടക്കുന്ന തെമ്മാടിത്തരങ്ങൾക്ക് ചോദ്യങ്ങൾ, തെമ്മാടിത്തരങ്ങൾ പലതിനും ഒരു ചോദ്യചിഹ്നമായി മുന്നോട്ട് ചെന്ന അൻസിബ, മതം, രാഷ്ട്രീയം, ഇതൊക്കെ പലതരത്തിൽ തിരികാൻ അവിടെ ശ്രമിച്ചിട്ടുണ്ട് ഈ അമ്മ എന്ന് പറയുന്ന താരസംഘടനയിൽ. ലാലേട്ടനൊക്കെ എന്തായാലും പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത് എനിക്ക് തോന്നുന്നു പുള്ളിക്കൊക്കെ മതിയായി കാണും, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നേരത്തെ ആ ഒരു ഇഷ്യൂ വന്നപ്പോഴേ എല്ലാം കൂടെ ഇട്ടെറിഞ്ഞിട്ട് പുള്ളി പോയത്. സമാധാനം വേണ്ടേ? അതല്ലേ മുഖ്യം. അവിടെ അതുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും ഹൻസിബ ഇനി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്, നമുക്കത് കേൾക്കാം. നിങ്ങൾ എല്ലാവരും അത് കേൾക്കണം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ ഞാൻ വോയിസ് കേൾപ്പിക്കാം, മനസ്സിലായില്ലേ? ഒരു മെയിൻ സ്ട്രീം ചാനലിൽ അവർ വന്ന് സംസാരിക്കുന്നതാണ്. ഞാൻ ആ ക്ലിപ്പ് കാണിക്കുന്നില്ല, അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. രാജിവെക്കുന്നത് ഫെബ്രുവരി 21-നാണ്. ഇന്നലെ നമ്മളുടെ പ്രസിഡന്റ് ശ്വേതാ മേനോൻ പറഞ്ഞത് ഇതിനു പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് എന്നാണ്. അതെ, ഗൂഢാലോചന നടത്താൻ പറ്റിയ ഒരാളാണെന്ന് എന്നെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് ഗൂഢാലോചന നടത്തിയിട്ട് എന്ത് കിട്ടാനാ? സത്യം പറഞ്ഞ അത് ഗൂഢാലോചന. എനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഞാൻ പറയേണ്ട വാക്കാണത്, ഗൂഢാലോചന എനിക്കെതിരെ നടന്നിട്ടുണ്ടെന്ന്. ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞപ്പോൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയുടെ കുടുംബസംഗമത്തിന് ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഒരു മതസംഘടന ഏറ്റെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ധാർമ്മികത കാരണം ഞാൻ പറഞ്ഞു അത് നടക്കൂല. 32 വർഷമായിട്ട് അമ്മയിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇന്ന് നിങ്ങളൊരു മതം കയറ്റിയാൽ അടുത്ത മതചിഹ്നം അടുത്ത കമ്മിറ്റി കൊണ്ടുവരും, മറ്റൊരു ചിഹ്നം അടുത്ത കമ്മിറ്റി കൊണ്ടുവരും, പാർട്ടി കയറേണ്ടി വരും. ഇത്തരത്തിൽ മതം കയറിക്കഴിഞ്ഞാൽ ഇത് കലാകാരന്മാരുടെ സംഘടനയാണ്, ഇത് നടക്കാൻ പോകുന്ന കാര്യമില്ല. ഞാൻ എന്തായാലും എതിരഭിപ്രായം പറഞ്ഞു. പക്ഷെ ഞാനത് അവിടുന്നാണോ ഇത് തുടങ്ങുന്നത്? അതിന്റെ മുന്നേ ഞാൻ എതിരില്ലാതെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഞാൻ അമ്മയിൽ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്ത അന്ന് മുതൽ പ്രശ്നങ്ങളാണ്. ഞാൻ ആർക്കായിരുന്നു ഇത്ര വലിയ പ്രശ്നം? അൻസിബ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആർക്കായിരുന്നു ഇത്ര കണ്ണുകടി? ഇലക്ഷൻ സ്റ്റണ്ട് എല്ലാവരും കണ്ടതാണല്ലോ. ആ സമയത്ത് അനൂപ് ചന്ദ്രൻ ചേട്ടൻ എനിക്കെതിരെ വീഡിയോ ബ്രോഡ്കാസ്റ്റ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ഞാനൊരു പരാതിപ്പെട്ടു. ഞാൻ മുൻ ജോയിന്റ് സെക്രട്ടറി ബാബുരാജേട്ടന്റെ സിൽബന്തിയാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ഞാൻ പരാതി കൊടുത്തു. അമ്മയുടെ ബൈലോ പ്രകാരം ഒരംഗം മറ്റൊരംഗത്തിനെ മോശമായിട്ട് ചിത്രീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്താക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പരാതി കൊടുത്തു. അപ്പോൾ അമ്മ ഓഫീസിൽ വെച്ച് നടത്തിയ ആദ്യത്തെ EC മീറ്റിംഗിൽ ഞാൻ ആ പരാതി ഉന്നയിച്ചു. ആ പരാതി ഉന്നയിച്ച സമയത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മറ്റംഗങ്ങൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അനൂപ് ചന്ദ്രനെ പുറത്താക്കാൻ പറ്റില്ല ഈ കാരണം കൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ബൈലോയിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ത്രീകളും അതേ സമയത്ത് അമ്മയ്ക്കെതിരെ പുറത്ത് സംസാരിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീകളെയും പുറത്താക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ബാക്കി സംസാരിക്കാം നമുക്ക്, അല്ലെങ്കിൽ ബാക്കി കേൾപ്പിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇപ്പം ഇത്രയും കേട്ട കാര്യങ്ങളിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് തന്നെ ഒരു കാര്യം പറയട്ടെ. ഗൂഢാലോചന അൻസിബ ഹസന് അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമായിട്ട് ചേർന്ന് ഗൂഢാലോചന നടത്തി, പ്രത്യേകിച്ച് ടിനി ടോമിനെതിരെ ഗൂഢാലോചന നടത്തിയിട്ട്
ആ പെൺകുട്ടി ചോദിക്കുന്നത് പോലെ എന്ത് കിട്ടാനാ? ആദ്യത്തെ ചോദ്യം അത്, എന്ത് കിട്ടാനാ? ഭയങ്കര സ്റ്റാർഡമുള്ള ഒരു നടനാണോ ഈ ടിനി ടോം എന്ന് പറയുന്നത്? അയാളുടെ കരിയർ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം, എനിക്കറിയില്ല. ഇപ്പൊ കുറച്ചായിട്ട് പുള്ളിയുടെ ഒരു ഈ കയ്യിരിപ്പ് കൊണ്ട് തന്നെ, പുള്ളിയുടെ നാക്ക് കൊണ്ട് തന്നെ, പുള്ളിയുടെ പ്രവർത്തികൾ കൊണ്ട് തന്നെ സിനിമയൊക്കെ കുറഞ്ഞിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിടികിട്ടിയോ? ഇനി അടുത്തൊരു കാര്യം, ആ പെൺകുട്ടി ടിനി ടോമിനെതിരെ മാത്രമല്ല അനൂപ് ചന്ദ്രനെതിരെ ഒരു പരാതിയുമായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു ശ്വേതാ മേനോന്റെ അടുക്കെ. പരാതി സ്വീകരിച്ചില്ല, കേട്ടല്ലോ, സ്വീകരിച്ചില്ല. അപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ വേറെ സ്ത്രീകളൊക്കെ ഉണ്ട് അനൂപ് ചന്ദ്രൻ ചെയ്തതുപോലെ പുറത്ത് വേറെ ഓരോന്ന് പറയുന്നു എന്നും പറഞ്ഞു വിട്ടു. മനസ്സിലായോ? എന്നാൽ ശ്വേതാ മേനോൻ ചെയ്യേണ്ടത് ആ സ്ത്രീകളെയും പുറത്താക്കണം, അനൂപ് ചന്ദ്രനെയും പുറത്താക്കണം. അതായിരുന്നല്ലോ ചെയ്യേണ്ടത്. ബൈലോയിലുണ്ടല്ലോ അതിനകത്തുള്ള ഒരു മെമ്പർ വേറൊരു മെമ്പറെ പറ്റി എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ പുറത്താക്കണമായിരുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല? ശ്വേതാ മേനോൻ ഒരു നല്ല പ്രസിഡന്റ് ആണോ? എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ സംസാരിച്ചേനെ. ഇതുവരെയായിട്ടും ശ്വേതാ മേനോന്റെ ഭാഗത്ത് നിന്ന് വലിയ കാര്യങ്ങളൊന്നും ഇല്ലടേ. എന്തിനോ വേണ്ടി അവിടെ കസേര ഇങ്ങനെ ഇട്ടിട്ട് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് പ്രോപ്പറായിട്ടുള്ള ആരൊക്കെയോ ചരട് വലിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രോപ്പറായിട്ട് അവരെ കൊണ്ട് കാര്യങ്ങൾ നടക്കൂല. തെളിയിച്ചു കഴിഞ്ഞു. ബാക്കി കേൾക്കാം. ഇപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട അമ്മ പ്രസിഡന്റ് ആണോ? ഇപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട ശ്വേത ചേച്ചി തന്നെയാണ് പറഞ്ഞത്. ശ്വേത ചേച്ചിയും കുറച്ച് വേറെ മെമ്പേഴ്സും പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പരാതിയുമായിട്ട് മുന്നോട്ട് പോവില്ല എന്ന് കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അതായത് ആദ്യം അനൂപ് ചന്ദ്രനെതിരെ കൊടുത്ത പരാതി പോലും പരിഗണിക്കപ്പെട്ടില്ല. അതിനെ അന്ന് ശ്വേത തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇപ്പൊ ശ്വേത പറയുന്ന ഒരു കാര്യം, ശ്വേതയുടെ പെർസ്പെക്റ്റീവിൽ പറഞ്ഞാൽ ഫെബ്രുവരി 21 മറ്റോ അല്ലേ രാജിവെക്കുന്നത്? രാജിവെക്കുന്ന സമയത്ത് ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഞാൻ അവിടെ ബാക്കി കേൾപ്പിക്കാമേ. രാജിവെക്കുന്ന സമയത്ത് ഫെബ്രുവരിയിലാണ് രാജിവെച്ചത്. ആ സമയത്ത് ഇതൊന്നും പറഞ്ഞില്ലെന്ന് ഓൾറെഡി അവർ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഓൾറെഡി അവർ അനൂപ് ചന്ദ്രനെതിരെ പരാതിയുമായിട്ട് ചെന്നപ്പോഴത്തേക്ക് ഓടിച്ചു വിട്ടു. പിന്നെ എന്തിനാണ് ഈ രാജിവെക്കുമ്പോൾ വീണ്ടും ആദ്യം തൊട്ട് കാര്യങ്ങൾ പറയേണ്ട കാര്യം എന്താ? അല്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? രാജിവെക്കുന്നതുകൊണ്ട് തന്നെ ഓക്കെ നീ രാജിവെക്കണ്ട, നമുക്ക് എന്തെങ്കിലും തീരുമാനമാക്കാം എന്ന് പറഞ്ഞ് തീരുമാനമാക്കുമോ? ഞാൻ വിശ്വസിക്കുന്നില്ല. ഓൾറെഡി കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് പുച്ഛവും കൊടുത്ത് വിട്ടു. അൻസിബ തന്നെ പറയുന്നത് കേട്ടില്ലേ, സ്ത്രീകളെ പുറത്താക്കുന്നുള്ളൊരു തൊള്ളോട്ട് ഞാൻ കൂടുതലൊന്നും പറയാൻ പോയില്ല, ഞാൻ തിരിച്ചു മിണ്ടാതെ പോകുമെന്ന് അവർക്കറിയാം. പക്ഷേ അന്ന് അൻസിബയുടെ കയ്യിലുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്രേ ഉള്ളൂ. അതായത് സ്ത്രീകളെ പുറത്താക്കട്ടെ എന്ന് വെക്കണമായിരുന്നു. അനൂപ് ചന്ദ്രനെ മാത്രമല്ല സ്ത്രീകളെ പുറത്താക്കട്ടെ എന്നൊരു മെന്റാലിറ്റിയിലേക്ക് അന്ന് ഹൻസിബ ഉറച്ച് ആ ഒരു മെന്റാലിറ്റി ആയിട്ട് ഉറച്ചു നിന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ, പറയാൻ പറ്റത്തില്ല കേട്ടോ, ചിലപ്പോൾ അനൂപ് ചന്ദ്രനെ ഒന്നും പുറത്താക്കണ്ട എന്ന് അത്ര ഉറച്ച മറ്റേ പിടിവലികൾ ഉണ്ടെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ എന്നാലും അന്ന് അവിടെ ഉറച്ചു നിൽക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം മാത്രം എനിക്കുണ്ട് അവിടെ. നമുക്ക് ബാക്കി കേൾക്കാം. നീ മതമൊക്കെ തിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടേ, കേട്ടോ. ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്ത അന്ന് മുതൽ മാനസിക പീഡനം എന്ന് പറഞ്ഞ അതിന്റെ പീക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിഹിത കഥകള്, അവിഹിത കഥകളുടെ പല പല വേർഷൻസ് ഉണ്ട്. അത് ഒരു കേന്ദ്രത്തിൽ നിന്നാണോ ഇതെല്ലാം വരുന്നത്? അത് ഒരു ഗ്യാങ്ങിൽ നിന്നാണ് വരുന്നത്. പുരുഷന്മാര് മാത്രമേ ഉള്ളൂ? പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ശ്വേതാ മേനോന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെയൊക്കെ വൃത്തികളൊക്കെ പറയുന്നുണ്ടെന്നുള്ള കാര്യം? അത് പരാതി പറഞ്ഞിട്ട് കാര്യമില്ലാത്തടത്ത് നമ്മൾ പിന്നെ പരാതി പറയാൻ പോവോ? ഇങ്ങനെ ഒരുപാട് മാനസിക പീഡനങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അമ്മയിൽ പരാതി ഇട്ട ആൾ ഞാനായിരിക്കും. അമ്മയുടെ മെയിലിൽ ഞാനിട്ട പരാതികളെല്ലാം ഉണ്ടോയെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അത് ഒരു മതസ്ഥാപനം ടൈറ്റിൽ സ്പോൺസർഷിപ്പുമായി വന്നപ്പോൾ ഞാൻ ഇത് നടക്കില്ല എന്ന് പറഞ്ഞ് അന്ന് മുതലാണ് എന്നെ വർഗീയവാദിയാക്കാനുള്ള ശ്രമം തുടങ്ങിയത്. അപ്പൊ ഞാൻ അതുവരെ അവിഹിത കഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ മതസ്ഥാപനത്തിൽ 9 വർഷം മുമ്പ് പുനഃപ്രതിഷ്ഠയ്ക്ക് പോയ ആളാണ് ഞാൻ, ഗസ്റ്റായിട്ട് പോയ ആളാണ് ഞാനും. റസൂൽ പൂക്കുട്ടി സാറും പോയതാണ്. അങ്ങനെയുള്ള എന്നെയാണ് അന്ന് മുതൽ വർഗീയവാദിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. അപ്പൊ അവരും എൻ്റെ അടുത്ത് പറഞ്ഞത് അവരുടെ അടുത്തും പോയി പറഞ്ഞു കൊടുത്തിരിക്കുന്ന കഥ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെയാണോ ഒരാളെ പറ്റി പറഞ്ഞു കൊടുക്കേണ്ടത്? അതെനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമാണ് ഉണ്ടാക്കിയത്. നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടെയാണല്ലോ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള ഒരു നമുക്ക് അറപ്പൊന്നുമില്ലേ? അതെനിക്ക് തോന്നി സത്യസന്ധമായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ നോട്ട്, അതായത് ആദ്യം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഒരു പോളിംഗ് നടത്തി, യെസ് ഓർ നോ പറയാൻ വേണ്ടിയിട്ട്. ഞാൻ മാത്രമായിരുന്നു നോ പറഞ്ഞത്. അപ്പോൾ ചിലര് യെസും പറഞ്ഞില്ല നോയും പറഞ്ഞില്ല. വളരെ സെൽഫിഷ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. കാരണം അവിടെയും പറഞ്ഞു ഇവിടെയും പറഞ്ഞു എന്ന് വേണ്ട, സെൻട്രലിൽ നിന്നു. ചിലർ മെജോറിറ്റി പക്ഷെ യെസ് ആണ് പറഞ്ഞത്. ഞാൻ ഇത് നടക്കില്ല എന്ന് പറഞ്ഞൊരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ സന്തോഷ് കീഴാറ്റൂരേട്ടനും നോ പറഞ്ഞു.
പക്ഷെ അത് കണ്ടപ്പോൾ ചിലപ്പോൾ ഭയന്ന് കാണും, ഇനിയും ഒരുപാട് പേര് ചിലപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാലോ, കാരണം ഇതിന് ശേഷം ചിലപ്പോൾ ഫ്യൂച്ചറിലൊരു പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. കാരണം അമ്മയുടെ ബൈലോ അനുസരിച്ച് അമ്മയ്ക്ക് ഡൊണേഷൻ വാങ്ങിക്കാനേ നിർവാഹമുള്ളൂ. ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഞാൻ പഠിച്ച ബൈലോ അനുസരിച്ച് ഡൊണേഷനെ വാങ്ങിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ സ്പോൺസർഷിപ്പ് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, ബാക്കി കേൾപ്പിക്കാമേ. കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ കാര്യങ്ങൾ ഇനി കൂടുതലായിട്ട് ഞാൻ അങ്ങോട്ട് വിശദീകരിച്ച് തരുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിലും ക്ലിക്ക് ചെയ്യുക. ഇനി കാര്യത്തിലേക്ക്. അവിഹിതം. ആ പെൺകുട്ടി ഈ അനൂപ് ചന്ദ്രനെതിരെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അവിഹിത കഥകൾ അവിടെ പുറത്ത് പൊട്ടിക്കാൻ തുടങ്ങി. കൂടാതെ അവൾ ഒരുപാട് പരാതികൾ അവിടെ പറയാൻ തുടങ്ങി. അതിലെ മെയിൻ ഒരു സാധനമായിരുന്നു ഡൊണേഷൻ മേടിക്കാനേ പറ്റുള്ളൂ അവിടെ, അല്ലാതെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ പറ്റില്ല. ഇവിടെ സ്പോൺസർഷിപ്പ് എന്നൊരു പരിപാടിയും കൊണ്ട് ഇറങ്ങി അവിടെ. അതിൻ്റെ പിന്നിൽ മെയിനായിട്ട് ടിനി ടോമിയേട്ടനായിരിക്കും. കാരണം പണ്ട് തൊട്ടേ എല്ലാത്തിനും ഇങ്ങനെ ഉജ്ജ്വലിച്ച് ഓടി നടക്കുന്നത് ടിനി ടോമിയേട്ടനാണല്ലോ ഇങ്ങനെയുള്ള പരിപാടികളിൽ. മനസ്സിലായില്ലേ? സോ അതുകൊണ്ട് തന്നെ പുള്ളിയായിരിക്കാം അതിൻ്റെ പുറകിൽ. ഈ ഒരു ഡൊണേഷൻ പരിപാടി വേണ്ട, നേരെ മറിച്ച് സ്പോൺസർഷിപ്പ് ഇതും പറഞ്ഞുകൊണ്ട് വന്നു. അതും ഒരു 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 എന്താ പറയുക, എനിക്കതിനെ മതം വലിച്ചിടാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ഒരു കൈൻഡ് ഓഫ് കമ്മ്യൂണിറ്റി അവരുടെ ഭാഗത്തു നിന്നുള്ള അമ്പലമോ പള്ളിയോ വോട്ടവോ ഏതാണെന്ന് ഞാൻ പ്രത്യേകം പോയിന്റ് ചെയ്ത് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അൻസിബയുടെ സംസാരത്തിൽ നിന്ന്. സോ അവിടുന്ന് കുറച്ച് സ്പോൺസർഷിപ്പ് അത് വേണ്ട എന്ന് അൻസിബ പറഞ്ഞു. ഇവിടെയാണ് ചിലവർക്ക് പൊട്ടിത്തുടങ്ങിയത്. മനസ്സിലായില്ലേ? ആ പെൺകുട്ടിയെ വർഗീയവാദിയാക്കുന്നു. ഓക്കെ, ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്ന പണമായതുകൊണ്ടാണ് അവൾക്ക് വേണ്ടാത്തത്, അതുകൊണ്ട് തന്നെ അവൾ മറ്റേ ടിനി ടോമിന്റെ ഡ്രൈവറെ ആരെയൊക്കെയോ മറ്റേ മുസ്ലിമിലേക്ക് മാറ്റുന്നു. അങ്ങനെ വാട്ട് ഓൾ തിങ്സ് ആർ ഹിയറിംഗ് ഫ്രം ദെയർ സൈഡ്. അൻസിബ കേട്ടു, അൻസിബ നമ്മളോട് പറഞ്ഞു. നമ്മൾ വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം ഈ പറയുന്ന ആർക്കെതിരെയാണോ ഇപ്പോൾ ആരെയാണോ പോയിന്റ് ചെയ്യുന്നത് അയാൾ അത്ര ക്ലീൻ ഒരു ഇമേജ് ഉള്ളൊരു വ്യക്തിയല്ല. അയാളും അയാളുടെ മകനെതിരെയും പല 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 പരാമർശങ്ങൾ, കേസ് വരെ വന്നിട്ട് പോലും ഇന്ന് അതിൻ്റെ ഒന്നും ഒരു പൊടി പോലും ഇല്ലടേ. അതൊക്കെ നമ്മൾ നോക്കിയാൽ മതി. അതൊക്കെ ഒന്ന് നമ്മൾ ചെറിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ എവിടെയാ ചെന്ന് എൻജോയ് ചെയ്യുന്നതെന്ന്. നമുക്ക് ബാക്കി കേൾക്കാം ഇനി. അത് ഈ മതസ്ഥാപനത്തിന് പോലും അറിയില്ല. അപ്പൊ അവരോട് ഞാനിത് പറഞ്ഞു, നിങ്ങൾ ഡൊണേഷൻ ചെയ്യായിരുന്നു നല്ലതെന്ന് പിന്നീട് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങളോട് അത് ആരും പറഞ്ഞു തന്നില്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ അത് ചെയ്തേനെ, ഞങ്ങൾക്ക് അതായിരുന്നു കൂടുതൽ. അതായത് ഈ സ്ഥാപനത്തിന് കൊടുക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ ബോധപൂർവം ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ചെയ്യിപ്പിച്ചതാണ്. എനിക്കറിയില്ല, കാരണം ആ സംഘടന പോലും ആ മതസ്ഥാപനം പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല അവർക്ക് ടൈറ്റിൽ സ്പോൺസർഷിപ്പ് വേണം. അതൊരു ക്ഷേത്രമാണ്, ഒരു വാർത്തകളിലൊക്കെ ക്ഷേത്രം കൂടിയാണ്. അതെ, അവിടെ എല്ലാ മതസ്ഥരും പോകുന്ന ഒരു ക്ഷേത്രമാണത്. അവർക്ക് അങ്ങനെ ഒരു ആവശ്യമില്ലായിരുന്നു. അവരോട് ഞാൻ ഡൊണേഷൻ ആണ് അമ്മയ്ക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഡൊണേഷൻ കൊടുക്കാൻ റെഡിയാണ്. അതിന് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ കംപ്ലൈന്റ്. ഒരു വനിതാ സെല്ലിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്താ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ആളുടെ പേര് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അതിന് ടെക്നിക്കൽ പ്രോബ്ലം എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇനിയിപ്പോൾ ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പീഡനമൊന്നുമല്ല. ഞാൻ ഡിസംബറിൽ, അതായത് ഈ പരാതി പോകുന്നത് ജനുവരിയിൽ ആണ്. ജനുവരി ഞാൻ ഈ മതസ്ഥാപനം ഈ മതസ്ഥാപനം എന്നല്ല, ഒരു മതസ്ഥാപനവും മതചിഹ്നവും അമ്മയിൽ കയറരുത് എന്ന് പറഞ്ഞതിന് ശേഷം ആണ് എനിക്കെതിരെ പരാതി വന്നത്. പക്ഷെ അതിൻ്റെ 1 മാസം മുന്നേ ഞാൻ ഈ വനിതാ എക്സിക്യൂട്ടീവ് മെമ്പർക്ക് അയച്ച മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിൽ ഞാൻ ചോദിച്ചിരിക്കുന്നത് ദുബായി പോയപ്പോൾ എന്തെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് കണ്ടു. അത്രേ ഉള്ളൂ. ആ എക്സിക്യൂട്ടീവ് മെമ്പർ ആരാ നിങ്ങൾക്കറിയാം. മെയിൻ സ്ട്രീം ചാനലിലൊക്കെ വന്ന് പറയുന്നുണ്ട്. എനിക്ക് ഒരു മെസ്സേജ് അയച്ചു, എൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടായി. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനും അവരുടെ ഫോട്ടോയോ പേരോ ഒന്നും എടുത്തിവിടോട്ട് തള്ളുന്നില്ല. മനസ്സിലായോ? ഇനി അടുത്ത സാധനം കൂടെ നമ്മുടെ നെഞ്ചത്തോട്ട് വരും. അതുകൊണ്ടാണ്. സംഗതി ഇത്രേ ഉള്ളൂ. മതസ്ഥാപനം ഉടനെ നമ്മുടെ ഏത് ചാനലിലാണെന്നറിയാമല്ലോ, ആ ചാനലിലെ മെയിൻ ആ ചേട്ടൻ വന്നിട്ട് അമ്പലം എന്ന് പറയുന്നുണ്ട്. ഞാൻ കൂടുതലൊന്നും ഇനി അത് പറയുന്നില്ല. സോ വാട്ട് എവർ. സംഗതി അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് ഹൻസിബ അത് പറ്റില്ല എന്ന് പറഞ്ഞു ജാനുവരിയിൽ. അതിനും 1 മാസം മുമ്പാണ് ഈ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള ആ ഒരു അംഗത്വമുള്ള ആ ഒരു അമ്മ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുള്ള ആ ഒരു ലേഡി, അവർക്ക് ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അൻസിബ നോ പറയുന്നതിന് 1 മാസം മുമ്പാണ് അവർക്ക് മെസ്സേജ് അയക്കുന്നത് പേഴ്സണലി വാട്സപ്പിൽ എന്തോ. അതായത് നിങ്ങൾ ദുബായിൽ പോയപ്പോൾ എന്തെങ്കിലും ഒരു ഫോട്ടോ വല്ലതും എടുത്തോ, അത് വേറൊരാൾ കണ്ടു എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടു. അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു, കേസ് കൊടുത്തു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് അൻസിബ നോ പറയുന്നതിന് 1 മാസം മുമ്പാണ്. ആ സംഭവത്തിൻ്റെ പേരിൽ അന്ന് വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ
ആ ഒരു മാസം തന്നെയാണ് പരാതിയായിട്ട് ചെല്ലേണ്ടത്. അല്ലാതെ ജനുവരിയിൽ നമ്മുടെ ഹൻസിബ ചെന്നിട്ട് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു മതം കയറ്റുന്നതിനകത്ത് നോ പറഞ്ഞിട്ട്, അതും സ്പോൺസർഷിപ്പിന്റെ പേരിൽ കയറ്റുന്ന, അവർ ഡൊണേഷൻ കൊടുക്കാൻ ഓക്കെയാണ്, പറ്റത്തില്ല സ്പോൺസർഷിപ്പ് തന്നെ വേണം എന്ന് പറഞ്ഞ് എന്തിനു വാശി പിടിച്ചു? പ്രത്യേകിച്ച് അവരുടെ ബൈബിളിൽ പറയുന്നുണ്ട് അങ്ങനെ സ്പോൺസർഷിപ്പ് പറ്റില്ല എന്ന്. എന്നിട്ടും ആ ഒരു പരിപാടിയും കൊണ്ട് ഇറങ്ങി. ഇതിനെയൊക്കെ വെളുപ്പിക്കുന്ന തരത്തിൽ നാളെ തെളിവുകളും കൊണ്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അപ്പുറം നിൽക്കുന്നത് പിടിപാടുള്ളവൻ. അത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാ. അതിനകത്ത് നമുക്കിനി നോ ചർച്ച. നിങ്ങളെല്ലാവരും കണ്ടതാ. ഇല്ലെങ്കിൽ ഒരൊറ്റ ചോദ്യം നേരിട്ട് ടിനി ടോമിനോട് ചോദിക്കാനുള്ളത്, എവിടെ നിങ്ങളുടെ മകൻ്റെ പേരിൽ വന്ന കേസ്? ഒന്നും ഇപ്പം അതിനെപ്പറ്റി പറയുന്നില്ലല്ലോ. അങ്ങനെ ഒരു കേസ് FIR എങ്കിലും ഇട്ടിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കാം. കാരണം അങ്ങനത്തെ ഒരു കേസൊക്കെ വരുമ്പോഴത്തേക്ക് FIR ഒക്കെ ഇടുവടേ. പിന്നെ ഇപ്പോൾ പുള്ളിയുടെ ഒരു മോൻ്റെ ഒരു വീഡിയോ കിടന്ന് കറങ്ങുന്നുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും. ഞാൻ അതൊന്നും ഇവിടെ കുത്തിക്കയറ്റുന്നില്ല. തെറി പറയുന്നത് പുള്ളിയുടെ മോനാണ്, തെറി പറയുക ആ ഒരു മൂട. ഏത് കുറച്ച് മുമ്പ് നടന്നതാണ്. ഇപ്പം ഇതൊക്കെ കുത്തിപ്പൊങ്ങുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല. എനിക്ക് പറയാൻ വളരെ ക്ലിയർ ആയിട്ട് സംസാരിക്കാനുള്ളത് ഹൻസിബയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. മനസ്സിലായോ? ഇനി ഇത് കഴിയുമ്പോൾ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം, ടിനി ടോമിൻ്റെ യഥാർത്ഥ മുഖം. അതിനു മുമ്പ് നമുക്ക് ബാക്കി ഒന്ന് കേട്ട് തീർക്കാം. ഈ ഒരു മെസ്സേജ് കാരണം അവരുടെ വീട്ടിൽ ഡൊമസ്റ്റിക് വയലൻസ് നടന്നത്ര 1 മാസം കഴിഞ്ഞിട്ട് ഡൊമസ്റ്റിക് വയലൻസ് നടന്നു. അവർക്ക് മുറിവുകളുണ്ട്, പാടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഭർത്താവും അവരും തമ്മിൽ ഡൊമസ്റ്റിക് വയലൻസ് ഈ മെസ്സേജ് കണ്ടിട്ട് 1 മാസം കഴിഞ്ഞിട്ട്. കാരണം ഡിസംബറിൽ ഞാൻ ഇവർക്ക് അയച്ച മെസ്സേജ് ഭർത്താവിനല്ല, ഈ വനിതാ എക്സിക്യൂട്ടീവ് അംഗത്തിന് അയച്ച മെസ്സേജാണത്. ഞാൻ അവരോടത്ത് സംസാരിക്കാറുമില്ല. അപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് എനിക്കെതിരെ കൃത്യമായിട്ട് ഞാൻ ഈ ഒരു മതസ്ഥാപനവും കയറാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ 3-ാമത്തെ 4-ാമത്തെ ദിവസമാണ് എനിക്കെതിരെ ഇങ്ങനെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട് എന്നെ വിളിച്ചതും. ഇത് അമ്മയിൽ പറഞ്ഞിരുന്നോ? ഞാൻ അമ്മയിൽ പറഞ്ഞു. അപ്പോൾ അമ്മയിൽ ഞാൻ പറഞ്ഞു, എനിക്കെതിരെ വ്യാജ പരാതി കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഇമേജ് ടാണിഷ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്, ഇത് നിങ്ങൾ അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ടല്ലേ ഞാൻ അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിക്കേണ്ടെന്നല്ല പറഞ്ഞത്, നിങ്ങൾ അന്വേഷിക്കണം. 2 ഭാരവാഹികൾ തമ്മിലുള്ള പ്രശ്നമാണ്, നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു, ദിസ് ഇസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണോ? this is nothing to do with one thing. ഞാൻ 75 lakhs പറഞ്ഞതുകൊണ്ടാണ് 75 lakhs ആയത്. ഞാൻ 2 കോടി പറഞ്ഞിരുന്നെങ്കിൽ 2 കോടി തന്നേനെ. ഇതാണോ സ്പോൺസർ? അല്ല, പ്രസിഡന്റ് പറഞ്ഞതാണ് എന്നോട്. പ്രസിഡന്റിനോട് ഞാൻ പരാതി പറയാൻ വിളിച്ചപ്പോൾ പ്രസിഡന്റിനോട് ഞാൻ പരാതി പറഞ്ഞു. ഈ 75 lakhs എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പോൺസർഷിപ്പിന്റെ പൈസ. 2 lakhs ആണെങ്കിൽ 2 lakhs കിട്ടി. There is nothing to do with അമ്മ. എന്നാ പിന്നെ ഇറങ്ങി അങ്ങ് പോ ചേച്ചി. അത്ര എനിക്ക് പറയാനുള്ളൂ ശ്വേത മേനോനോട്. ഒരാൾ പരാതി പറയാൻ ചെന്നതാണ്, മനസ്സിലായില്ലേ ചേച്ചി? ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനൊരു പ്രശ്നം ഇവിടെ നിങ്ങളുടെ ഫ്രണ്ടിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നേരത്തെ അയച്ചൊരു മെസ്സേജ്, അതിൻ്റെ പേരിൽ വീട്ടിൽ വഴക്കുണ്ടായെന്നും പറഞ്ഞ് ഇപ്പോൾ കൊണ്ട് കേസ് കൊടുത്തേക്കുന്നു. ഗാർഹിക പീഡനം അവിടെ നടന്നു എന്ന് പറഞ്ഞ് കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നു. ഇതിനെപ്പറ്റി അന്വേഷിക്ക് എന്നാണ് ഹൻസിബ പറഞ്ഞത്. ഇല്ല, അതിനെപ്പറ്റി അന്വേഷിക്കണമൊന്നുമില്ല. എന്തിനാ ശ്വേത ചേച്ചി അമ്മ പോലുള്ളൊരു സംഘടനയിൽ പ്രസിഡൻ്റായിട്ടിരിക്കുന്നത്? ആൻസി ഇതിന് ശേഷം ഹൻസിബ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം ഞാനിവിടെ കേൾപ്പിക്കുന്നില്ല, വീഡിയോ ഇന്നെങ്കിലും തീരത്തില്ല. അതുകൊണ്ടാണ്. അതായത് ഹൻസിബ പോലീസ് സ്റ്റേഷനിൽ ചെന്നു, അവിടെ അവരെ ഹരാസ് ചെയ്തത് ചില്ലറയൊന്നുമല്ല. ഈ പരാതിക്കാരി അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു, മനസ്സിലായോ? അവരുടെ ഫ്രണ്ടിലിട്ട് അവിടെ ഉണ്ടായിരുന്ന SI ഒക്കെ ചെറുതൊന്നുമല്ല ഹൻസിബയെ ഹരാസ് ചെയ്തത്. മെൻ്റലി അവർ ഡൗൺ ആയിരുന്നു, മെൻ്റലി കംപ്ലീറ്റ്ലി അവർ പോയിരുന്നു. അതുകൊണ്ടാണ് നമുക്കൊക്കെ പെട്ടെന്ന് ചില ആളുകൾ ഇപ്പോൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ട് ഇത്രയും നാൾ മിണ്ടിയില്ല, ജാനിലൊക്കെ നടന്ന കേസല്ലേ? ഹൻസിബ തന്നെ അതിന് മറുപടി പറയുന്നുണ്ട്. അതായത് ചില ആളുകൾക്ക് പെട്ടെന്ന് വന്ന് എല്ലാവരോടും പറയാൻ പറ്റും. ചിലവർക്ക് ഇതിനകത്തുനിന്നൊക്കെ ഉണ്ടാകുന്നൊരു ട്രോമ ഉണ്ടല്ലോ, അത് ചെറുതൊന്നും ആയിരിക്കത്തില്ല. അവർക്ക് പെട്ടെന്നൊന്നും പബ്ലിക്കിനോട് വന്ന് പറയാൻ പറ്റത്തില്ല, അവർക്ക് സമയമെടുക്കും, മനസ്സിലായോ? അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഹൻസിബ ഇവിടെ സംസാരിക്കുന്നത് നല്ല പിടിപാടുള്ള ചേട്ടൻ്റെ കാര്യമൊക്കെയാണ്. ഇപ്പം തന്നെ കണ്ടോ, ഇതിപ്പോൾ പറഞ്ഞിട്ടും 2-3 ദിവസം മാക്സിമം. ഇന്ന് ഇപ്പോഴത്തെ ന്യൂസ് ചാനലിലൊക്കെ വ്യൂസ് കുറഞ്ഞു തുടങ്ങി. നാളെയും കൂടെ ചിലപ്പോൾ റിപ്പോർട്ടിംഗ് ഒക്കെ കാണും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പരിപാടി വിടും. ടിനി ടോം ചേട്ടൻ്റെ മേളിൽ നിന്നൊക്കെ പിടിപാടുള്ളതുകൊണ്ട് വിളിച്ച് ഹൻസിബയൊക്കെ ചിലപ്പോൾ ഒന്ന് ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ കാര്യം എങ്ങനെയെങ്കിലും ഇരുത്തി സംസാരിച്ച് സോൾവ് ചെയ്തങ്ങ് വിടും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, മനസ്സിലായില്ലേ? ടിനി ടോമിൻ്റെ സ്വഭാവം ശരിക്കും എന്താണ്? ഈ ഒരു ഒറ്റ വീഡിയോ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അഞ്ജലി നായർ എന്തിൻ്റെ പേരിലാണെങ്കിലും ഈ പരിപാടി, പ്രത്യേകിച്ച് അവിടെ മീഡിയക്കാരോ ആരൊക്കെയോ നിൽക്കുമ്പോഴത്തേക്ക് ഈ പരിപാടി കാണിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ തന്നെ നല്ലതാണോ എന്ന് നിങ്ങൾ തന്നെ പറ. അത് ഇത് കണ്ടോ? ഇത്
ഇത് നോക്കിയിട്ട് പോയാൽ മതി, കാരണം ഇത് ഞങ്ങളുടെ MLA അഞ്ജലി നായരുടെ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നല്ല ഊക്ക് മേടിച്ച ആളാണ് ഇലക്ഷൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക്. പക്ഷേ കൂടെ ഒരു സംഘടനയിലുള്ള ഒരു വ്യക്തി തന്നെ, ടിനി ടോമിനെ പോലൊരാൾ, കോമഡി പീസാണ് അറിയാം, കോമഡി ഭയങ്കരമായിട്ട് എന്തോ വഴങ്ങുമെന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരാളാണ് അത്യാവശ്യം കേട്ടോ. ഇതിനെക്കാട്ടിലും നന്നായിട്ട് കോമഡി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മുടെ സുരാജ് ഏട്ടനെ പോലുള്ള ഒരുപാട് ആൾക്കാർ. അപ്പോൾ എന്താണെങ്കിലും അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ കൂടെയുള്ള ഒരു സംഘടനയിലുള്ള ഒരാൾ മറ്റൊരാളെ പറ്റി ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ടും നാട്ടുകാർ പലതും പറയും, നമ്മളൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ പോലും അവരെ കളിയാക്കേണ്ട പല സാധനങ്ങളും അവർ നമുക്ക് ഇട്ട് തന്നിട്ടുണ്ട്. പക്ഷെ കൂടെ ഒരു സംഘടനയിലുള്ള ഒരാൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അവർ കുറച്ചും കൂടെ സങ്കടത്തിലേക്ക് പോകത്തല്ലേ ഉള്ളൂ. അതും പേഴ്സണൽ ഒരു സ്പേസിൽ കളിയാക്കിയാൽ മനസ്സിലാക്കാം. മീഡിയക്കാർ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ പരിപാടി കാണിക്കുന്നതിനോട് എന്തോ എനിക്കൊരു യോജിപ്പ് ഇല്ല കേട്ടോ, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും. ഇതിനകത്തുനിന്നൊക്കെ തന്നെ ഇയാളുടെ ഒരു ക്യാരക്ടർ പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നെ പഴയ കേസുകൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി, എവിടെയാ അതൊക്കെ? ഞാൻ ഇന്നും നാളെയും മറ്റന്നാളും ചോദിക്കുക, എവിടെയാ അതൊക്കെ? എല്ലാം അയ്യോ അതൊക്കെ വെറുതെ, അതൊക്കെ ചുമ്മാ കള്ളക്കേസായിരുന്നു, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, അങ്ങനെ പറയും, അത് ഉറപ്പാണ്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അൻസിബ പറഞ്ഞ കാര്യങ്ങൾ വളരെ വളരെ നീറ്റായിട്ട് ആ പെൺകുട്ടി നമ്മുടെ ഫ്രണ്ടിൽ വന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? അത് കേട്ടിട്ട് എനിക്കവർ ഫേക്ക് ആയിട്ടുള്ളൊരു ന്യൂസും കൊണ്ട് ഇയാളെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തോ ഗൂഢാലോചന നടത്തി വന്ന് പറഞ്ഞതാണ് എനിക്ക് ഇതുവരെ ആയിട്ടും ഫീൽ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.